ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. ഓട്ടോഡെസ്ക് 3D മാക്സിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസർ ഇൻ്റർഫേസസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടോപ്പിൽ റൈറ്റിൽ നിങ്ങൾക്ക് ആയിട്ടും വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ വരും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാവിഗേഷനാണ്. അതായത് നമ്മൾ 3D മാക്സിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് നാവിഗേഷന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണ്. 3D മാക്സ് 2019 വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ UI ഓപ്പൺ ചെയ്തിട്ട് താഴെ റൈറ്റ് സൈഡിൽ, ഏറ്റവും താഴെ ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ നാവിഗേഷൻ ടൂൾസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇത് വരുന്നുണ്ട്, ക്യൂബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ബോക്സ് എടുത്തു, ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. സ്പിയർ. ഓക്കെ, അപ്പം ഞാൻ രണ്ട് ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് ഇവിടുന്ന് പാനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓരോ വ്യൂവും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് മൂവ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, ഒബ്ജക്റ്റ് അല്ല, നിങ്ങളുടെ വ്യൂ. ഇനി ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൗസിൻ്റെ വീൽ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ആ വീലിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ബട്ടൺ ഉണ്ട്, അതാണ് വീൽ ബട്ടൺ. വീൽ ബട്ടൺ ആണ് നമ്മൾ പാൻ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പം ഇതാണ് പാൻ ബട്ടൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതാണ് സൂം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ടോ താഴേക്കോ. അത് സെപ്പറേറ്റ് വ്യൂവിനും സെപ്പറേറ്റ് ആണ്. അത് പല വ്യൂവിലും നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് Alt W യൂസ് ചെയ്തിട്ട് എനേബിൾ ആക്കാം. Alt W ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൂം ഓപ്ഷൻ എനേബിൾ ആവും. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് സെയിം ഓപ്ഷൻ തന്നെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കണ്ടില്ലേ? നിങ്ങൾ അതായത് വ്യൂ ആയിട്ട്, സൂമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റുന്നതിന്. പക്ഷേ നമ്മൾ സൂം ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങ് സൂം ചെയ്ത് പോകാം. കണ്ടില്ലേ? പക്ഷേ ഫീൽഡ് ഓഫ് വ്യൂ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് വരെ നിൽക്കും. കണ്ടില്ലേ? ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് പോകുന്നത്. ഒരു ലിമിറ്റ് കാണും. ഇപ്പോൾ ഇവിടെ തന്നെ സൂം ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ഒരു ലിമിറ്റ് വരെ അത് പോകത്തുള്ളൂ. അതായത് നമ്മുടെ ആ വ്യൂ എവിടം വരെ ഉണ്ടോ അത്രേ പോകത്തുള്ളൂ. പക്ഷേ സൂം അങ്ങനല്ല, നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂം ഓൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സൂം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യൂ, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ മാത്രമേ സൂം ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. നമ്മൾ സൂം ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വ്യൂവും നിങ്ങൾക്ക് കാണാം. 4 വ്യൂ ഉണ്ട് നമുക്കിവിടെ. 4 വ്യൂവും അറ്റ് എ ടൈം സൂം ആവുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാം ഒരുമിച്ച് സൂം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സൂം ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ ഇത്രയും യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓപ്ഷനാണ്, ഓർബിറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമുക്കിപ്പം റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യൂ ഇതാണ്. അതിനൊരു റൗണ്ട് പോലെ വന്നിട്ടുണ്ട്. എനിക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതല്ല ഞാൻ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനത് മാറ്റുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഓർബിറ്റിൻ്റെ, ഒരു ഓർബിറ്റിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഓർബിറ്റ് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂം എക്സ്റ്റെൻഡ് ആണ്. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഞാൻ ഈ വ്യൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സൂം എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഈ ഗ്രിഡിൻ്റെ ഈ ഒബ്ജക്റ്റ് എവിടെയാണോ അവിടേക്ക് എനേബിൾ ആയിട്ട് വരും. ഞാൻ വീണ്ടും സൂം ഔട്ട് ചെയ്തു, ദെൻ സൂം എക്സ്റ്റെൻഡ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ആ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം സൂം ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഞാൻ സൂം എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്തു, പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒബ്ജക്റ്റിലേക്ക് വന്നു. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കാണാം നമ്മൾ സെലക്ട് ആയ ഈ ഒരു വ്യൂ പോർട്ട് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഞാൻ ഇതെല്ലാം സൂം ഔട്ട് ചെയ്യാണ്.
ഓക്കെ, ഇതെല്ലാം സൂം ഔട്ട് ചെയ്തു, ഇതും സൂം ഔട്ട് ചെയ്തു. ദെൻ വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഈ ഒരു സെലക്ട് ആയിട്ടുള്ള മാത്രമേ വരുന്നുള്ളൂ. അതെല്ലാം ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്, സൂം എക്സ്റ്റെൻഡ് ചെയ്തു, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ എല്ലാം കൂടെ ഒരുമിച്ച് സൂം ആക്കണം എങ്കിൽ സൂം എക്സ്റ്റെൻഡ് ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എല്ലാ വ്യൂവിലെയും സൂം. ഓക്കെ, എല്ലാ വ്യൂവിലെയും ആ ഒബ്ജക്റ്റ് സൂമായിട്ട് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രമേ വരത്തുള്ളൂ. സൂം എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് സൂമായിട്ട് വരും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൂകൾ, അതായത് മാക്സിമൈസ് ചെയ്യാനുള്ള, ഈ വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യാനുള്ള. ജസ്റ്റ് ഞാൻ ഈ ഒരു വ്യൂ പോർട്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരെണ്ണം വലുതായിട്ട്, അതായത് ഒറ്റ വ്യൂ ആയിട്ട് വരും. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്, പഴയതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt W ആണ്. കണ്ടില്ലേ, Alt W വീണ്ടും ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും പഴയ വ്യൂയിലേക്ക്. ഞാനത് ഇത് സെലക്ട് ചെയ്തു, എന്നിട്ട് Alt W ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒറ്റ വ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും Alt W പ്രസ് ചെയ്തു, ഒറ്റ വ്യൂ മാറിയിട്ട് 4 വ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ക്യൂബാണ്. അതായത് നമുക്കിപ്പം എങ്ങനെ ഇത് തന്നെ നമുക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒറ്റ വ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ ക്ലിക്ക് ചെയ്താൽ ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് വ്യൂ, അങ്ങനെ കുറച്ച് വ്യൂസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ക്യൂബ് എന്ന് പറയുന്നത്. മാത്രമല്ല ഹോം, ഇവിടെ മുകളിലൊരു ഹോം ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒരു ഹോം വ്യൂവിലേക്ക് വരും. ഓക്കെ, സൗത്തൂടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ്, നോർത്ത്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വ്യൂവിലേക്ക് മാറ്റാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ക്യൂബിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വ്യൂ ക്യൂബ് കസ്റ്റമൈസ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ വ്യൂവിൽ ചെല്ലുക. അവിടുന്ന് വ്യൂ ക്യൂബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഷോ വ്യൂ ക്യൂബ്. നിങ്ങൾക്കത് ഇപ്പോൾ ടിക്ക് കിടക്കാണ്, നമ്മൾ അൺടിക്ക് ചെയ്താൽ ആ വ്യൂ ക്യൂബ് അവിടുന്ന് ഡിസപ്പിയർ ആകും. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം. എന്നിട്ട് താഴെ വീണ്ടും വ്യൂ ക്യൂബിൽ ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ ഓർത്തോഗ്രാഫിലേക്ക് മാറാം. പെർസ്പെക്റ്റീവാണ് ഇപ്പോൾ കിടക്കുന്നത്, ഓർത്തോഗ്രാഫിലേക്ക് മാറാം. അല്ലെങ്കിൽ ഇപ്പോൾ കറൻറ്റ് വ്യൂ, ഇപ്പോൾ ഈ കിടക്കുന്ന വ്യൂ നമുക്ക് കറൻറ്റ് ഒരു ഹോം വ്യൂ ആയിട്ടോ അതല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആയിട്ടോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീസെൻറ്റ് ഫ്രണ്ട്, നമുക്ക് ഫ്രണ്ട്, അതായത് നമുക്കിപ്പം സെറ്റ് ചെയ്തിട്ട് പഴയതുപോലെ ആക്കാനും ഓപ്ഷൻ ഉണ്ട്. കോൺഫിഗർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വേറെ കുറച്ച് ഓപ്ഷൻസ് വരും. അതായത് വ്യൂ ക്യൂബിൻ്റെ സൈസ്, സ്മോൾ, ലാർജ്, അങ്ങനെ അതിൻ്റെ ഒപ്പാസിറ്റി, അതുപോലെ തന്നെ സ്നാപ്പ് ടു ക്ലോസ് വ്യൂ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എനേബിൾ ആക്കാനായിട്ട് നിങ്ങൾ വ്യൂവിൽ ചെല്ലുക. അവിടുന്ന് സ്റ്റിയറിംഗ് വീൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് ടൂഗിൾ സ്റ്റിയറിംഗ് വീൽ, അതല്ല എങ്കിൽ ഷിഫ്റ്റ് W യൂസ് ചെയ്തിട്ട് നമുക്കിത് എനേബിൾ ആക്കാം. ഓക്കെ, ഞാൻ അത് ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. നിങ്ങളോട് കാണാം, സൂം ചെയ്യാം, അതുപോലെ തന്നെ ഓർബിറ്റ്, റിവൈൻഡ്, നിങ്ങൾക്കിപ്പം നേരത്തെ ചെയ്തിട്ടുള്ള ഏതാണോ പ്രൊസീജിയർ അതൊക്കെ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ റിവൈൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി മൗസ്. ഓക്കെ, എന്നിട്ട് ലുക്ക് ചെയ്യാം, അതുപോലെ തന്നെ സെൻറ്റർ ചെയ്യാം, പാൻ ചെയ്യാം, ഓർബിറ്റ്, അതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ ഇവിടെ കിട്ടുന്ന ചില ഓപ്ഷൻസൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീലും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിൻ ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് വ്യൂവിൽ തന്നെ ചെല്ലുക. സ്റ്റിയറിംഗ് വീല്, വ്യൂ ഒബ്ജക്റ്റ് വീല് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, സെൻറ്റർ ആക്കാം, അതുപോലെ തന്നെ ഓർബിറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ അത് ഞാൻ വീണ്ടും ചേഞ്ച് ആക്കുകയാണ്. സ്റ്റിയറിംഗ് വീല് വന്നു, മിനി വ്യൂ ഒബ്ജക്റ്റ് വീലാക്കി. അത് നമ്മൾ ചെറുതാക്കി, നമ്മുടെ മൗസ് പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു വീൽ പോലാക്കി. കണ്ടില്ലേ, നമ്മുടെ മൗസ് എങ്ങോട്ട് മൂവ് ചെയ്താലും അത് ചേഞ്ച് ആവുന്നുണ്ട്. സോ ഞാൻ അത് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് ഫുൾ നാവിഗേഷൻ ആക്കി. ജസ്റ്റ് ആ ഒരു സർക്കുലർ പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്യാൻ പറ്റും. റിവൈൻഡ് യൂസ് ചെയ്തിട്ട് റിവൈൻഡ് അടിക്കാം. സോ ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് സ്റ്റിയറിംഗ് വീല് ഫുൾ നാവിഗേഷൻ വീലാക്കി, പഴയതുപോലെ ആക്കി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു യൂസ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തില്ല, അത് ഈ ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആവും. വീണ്ടും നമ്മൾ ഷിഫ്റ്റ് W അല്ലെങ്കിൽ ഇവിടെ പോയി സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്തിട്ട് എനേബിൾ ആക്കണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നാവിഗേഷനെ കുറിച്ച് പറയാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, മറ്റൊന്നുമല്ല ഷോർട്ട് കട്ട് അസൈൻ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ട് നിങ്ങളിത് കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ക്ലിക്ക് ചെയ്യുക.
അപ്പം എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് കളർ അസൈൻ ചെയ്യാനുള്ളതാണ്. ഇത് UI കളർ അസൈൻ ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്, കീബോർഡ് സെലക്ട് ചെയ്യാം. കീബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിടക്കുന്ന കാണാം, അതായത് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ്. ഓക്കെ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മെയിൻ UI, മാച്ച്, ക്ലോത്ത്സ്, അതുപോലെ തന്നെ പോളിപ്പോപ്പുലേറ്റഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വാക്ക് ത്രൂ സെലക്ട് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് കട്ട് ഇവിടെ വരും. അതല്ല എങ്കിൽ നിങ്ങൾക്കിപ്പം ആക്റ്റീവ് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരും. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് അറിയേണ്ടത് അതിവിടെ വരും. അതല്ല എങ്കിൽ നിങ്ങളിത് ഇപ്പം ഞാൻ പാർട്ടിക്കിൾ ഫ്ലോ അല്ലെങ്കിൽ പോട്ടെ മെയിൻ UI സെലക്ട് ചെയ്തു. മെയിൻ UI സെലക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് UI ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഷോർട്ട് കട്ടും ഇവിടെ വരും. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് എല്ലാ ഷോർട്ട് കട്ടും വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ ഷോർട്ട് കട്ട് ചിലതിനൊക്കെ ഉള്ളൂ. കണ്ടിട്ടില്ലേ, A, Alt, അതുപോലെ തന്നെ B, അങ്ങനെ എല്ലാത്തിനും ഒന്നുമില്ല, കുറച്ചിനൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് അസൈൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ 3ds Max ഹെൽപ്പ് ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഹോട്ട് കീ എന്ന് പറയുന്നത് സ്റ്റാർ കൊടുത്തു. ഓക്കെ, നമ്പർ പാഡിൽ സ്റ്റാർ കൊടുത്തു. അപ്പം ഇവിടെ കാണിക്കും അസൈൻ ടു, എന്തിനാണ് അസൈൻ ചെയ്യേണ്ടത്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പം ഏതാണോ സെലക്ട് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് അസൈൻ കൊടുത്താൽ ഈ നമ്പർ പാഡ് സ്റ്റാർ പ്രസ് ചെയ്താൽ ഈ 3ds Max ഹെൽപ്പ് ഓപ്പൺ ആവും. ഞാൻ അസൈൻ കൊടുത്തു, നമ്പർ പാഡ് സ്റ്റാർ അത് കൊടുത്താൽ, അതായത് ഞാനിപ്പം സ്റ്റാർ പ്രസ് ചെയ്താൽ നമ്മുടെ 3ds Max ഹെൽപ്പ് ഓപ്പൺ ആവും. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഇപ്പം കമാൻഡ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഞാനത് റീസെറ്റ് ചെയ്തു. ഓക്കെ, ക്ലോസ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.